ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്ന ലെവൽസ് വെച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം കോൺകോർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ലെവൽസാണ് കൊടുത്തിരുന്നത്, 708.20, 706.60. അതായത് നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യാത്ത ഒരു സ്ട്രാറ്റജിയാണ്. ജസ്റ്റ് ലെവൽസ് മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലെവൽസ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പ്രീവിയസ് വന്ന ക്യാൻഡലിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നോക്കിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ലൈൻ, അതായത് 708.20 റെസിസ്റ്റൻസും 706.60 ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ലെവൽസിൽ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. ഒന്നല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ, അതായത് 708.20 ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യത്തില്ല. ആ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രോങ് ആണെന്ന് നോക്കും. അത് സ്ട്രോങ് ആണെന്ന് നോക്കുന്നത് വെച്ചാൽ 5 മിനിറ്റ് ക്യാൻഡിൽ ആ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ നോക്കും. ആ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കണം. അതിനുശേഷം അത് അപ്സൈഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് 706.60 താഴെ ഒരു 5 മിനിറ്റ് റെഡ് ക്യാനിലാണ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സെല്ലിലേക്ക് പോകും. അപ്പോൾ അതാണ് ഈ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കൊടുത്ത ഫസ്റ്റ് ചാർട്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ലെവൽസിൽ എപ്പോൾ ടച്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമാണ് നമുക്ക് എൻട്രി വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു ഉണ്ടോ, ഇവിടെ എക്സാക്റ്റ് അത് ബ്രേക്ക് ചെയ്തു 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ 706 ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ക്ലോസിംഗിൽ സെല്ല് ചെയ്യാം. ഇപ്പോൾ ക്യാൻഡിൽ ഇത്തിരി വലിയ ക്യാൻഡിലാണ് താഴെ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു റീടെസ്റ്റ് പോയിന്റ് വരുമ്പോൾ അവിടെ നിന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 708.20 തൊട്ട് മുകളിലിട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിലിട്ട് വയ്ക്കാം. നമ്മുടെ റിസ്ക് റിവാർഡ് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1:1 ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ 1:2 ഫോളോ ചെയ്യാം. അതായത് നമുക്ക് 2 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ നമുക്ക് 2 പോയിന്റ് ടാർഗറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 4 പോയിന്റ് ടാർഗറ്റ് വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് പോകണമെങ്കിൽ സൂപ്പർ ട്രെൻഡ് ഉപയോഗിച്ച് നമുക്ക് ട്രെയിൽ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ഇത് ക്ലോസ് ചെയ്തു, നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റോക്സ് കൊടുത്തിരുന്നത് PNB ഹൗസിംഗ് ആയിരുന്നു. അപ്പോൾ PNB ഹൗസിംഗ് 1660 1430 ആയിരുന്നു. അതും നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു. അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് ആ ലെവൽ വരെ റീടെസ്റ്റിന് വന്നിട്ടാണ് താഴേക്ക് നല്ല രീതിയിൽ വന്നിരിക്കുന്നത് കേട്ടോ. 1660 1430 കൊടുത്തിരുന്നത്, 1430 താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഒരു ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 1430 താഴെ മാർക്കറ്റ് ബെയറിഷും 1660 മുകളിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ കമ്പയർ ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് അധികം ലാഗിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാത്തത്. ഇനി അടുത്ത സ്റ്റോക്സ് എറ്റേണലായിരുന്നു. അത് 238.21 237.80 ആയിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാനിൽ തന്നെ നമ്മുടെ 238.21 ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു താഴെയാണ് ക്ലോസ് ചെയ്ത്. അതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ റെഡ് ക്യാൻഡിൽ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രേഡ് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മളിവിടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം 1% മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴെ വരാണെങ്കിൽ ആ ഒരു പോയിന്റിൽ സെല്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ ഒരു ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടായിരിക്കും സേഫ്. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ വന്നാലും ഒരു റിസ്ക് ഉണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടാനുള്ള റിസ്ക് ഉണ്ട്. അടുത്തത് സുപ്രീം ഇൻഡസ്ട്രീസ് ആണ്. അത് നമ്മൾ ലൈവ് മാർക്കറ്റിലാണ് കൊടുത്തിരുന്നത് കണ്ടോ. 3514.40 3501.80, അതായത് 3501.80 ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ഈ സ്റ്റോക്സിൻ്റെ ലെവൽസ് കൊടുത്തിരുന്നത്. ഇവിടെ ഒരു സപ്പോർട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റോക്സിൻ്റെ ചാർട്ട് നോക്കാം. മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ആ ഒരു ലെവൽസ് ഇവിടെ കൊടുത്തിരുന്നത് കണ്ടോ. അതിനുശേഷം മാർക്കറ്റ് ഉണ്ട് വീണ്ടും ആ എക്സാക്റ്റ് ആ പോയിന്റിൽ തന്നെ റീടെസ്റ്റ് ചെയ്തു. മാർക്കറ്റ് താഴെ വന്നു. നമ്മൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് അവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കുറച്ചുകൂടി താഴെ വന്നു. വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും നല്ല രീതിയിൽ പോയി. വീണ്ടും എക്സാക്റ്റ് ആ ഒരു പോയിന്റ് ഉണ്ടോ, ആ റെസിസ്റ്റൻസ് പോയിന്റിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തത് കണ്ടോ. ഇവിടെയും ആ റെസിസ്റ്റൻസ് പോയിന്റ് ടച്ച് ചെയ്ത് താഴേക്ക് വരാണ് ചെയ്തത്. നമ്മൾ ഈ ലെവലിലായിരുന്നു ആ ഒരു സ്റ്റോക്സ് വാച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഈ 2 ലെവൽസിൽ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ബെയറിഷും, മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷും ആണ്. വേറൊരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ കൊടുത്ത മറ്റൊരു സ്റ്റോക്സാണ് മാക്സ് ഹെൽത്ത്. അപ്പോൾ ഇത് കൊടുക്കാൻ കാരണത്തിന് നല്ല രീതിയിലൊരു വോളിയം സ്പൈക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 1092.20 അതുപോലെ 1083.60 ആ ഒരു റേഞ്ചിലായിരുന്നു ആ ഒരു സ്പൈക്ക് വന്നിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും റെസിസ്റ്റൻസും ഇത് സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ താഴെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സെല്ലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സ്ട്രാറ്റജിയാണ് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നോക്കാം.
ആ ഒരു സപ്പോർട്ട് ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു 1083 ബ്രേക്കൗട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറി. പക്ഷേ നമ്മുടെ ആ ഒരു സപ്പോർട്ട് പിന്നെ റെസിസ്റ്റൻസ് ആയി മാറി അവിടെ നിന്ന് നേരെ വീണ്ടും താഴേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആണിത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടെലിഗ്രാം ചാനൽ ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സോ ഒരു തരത്തിലുള്ള ബൈ സെൽ സിഗ്നലോ ഇല്ല. നമ്മൾ ജസ്റ്റ് ഈ 2 ലെവൽസ് മാർക്ക് ചെയ്യുക ചാർട്ടിൽ. അതനുസരിച്ച് 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബുള്ളിഷ് എന്ന് മനസ്സിലാക്കാം. 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് താഴെയാണ് ക്ലോസ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബെയറിഷ് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു സെയിം കൺസെപ്റ്റാണ് നമ്മുടെ ഓപ്ഷൻ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നതാണ് ലെവൽസുകളാണ്. ഓരോ സ്ട്രൈക്കിലും ഇതേപോലെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽസ് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യുകയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 24,289 ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ കോൾ ഓപ്ഷനാണ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻ ദ മണി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 24,250 200 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പം ജസ്റ്റ് 24,250 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് 24,250 കോൾ ഓപ്ഷനിൽ 199, 25, 195, 60 ആ 2 ലെവൽസാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി വന്നത്. അപ്പോൾ നമ്മൾ ആ ലെവൽസ് നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. 199, 25, 195, 55 കണ്ടോ. അതും ഇവിടെ തന്നെ ബ്രേക്കൗട്ട് ചെയ്തുകൊണ്ടോ. താഴെ ബ്രേക്ക് ഔട്ട് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതേസമയം തന്നെ ഇവിടെ പുട്ട് ഓപ്ഷനും ഉണ്ട്. പുട്ട് ഓപ്ഷന് ലെവൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇൻ ദ മണി എന്ന് പറയുന്നത് 24,300 ആണ്. ഓക്കെ, അപ്പോൾ 24,300 പുട്ട് ഓപ്ഷൻ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് ബൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അറ്റ് ദ മണി അല്ലെങ്കിൽ നിയർ ഇൻ ദ മണി ബൈ ചെയ്യാൻ ശ്രമിക്കാം. 24,300 പുട്ട് ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ 24,300 പുട്ട് ഓപ്ഷനിൽ നമ്മൾ കൊടുത്തിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് 190, 35, 186, 65. 190, 35, 186, 55 കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യും. അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് അപ്പ് സൈഡ് പോയിണ്ടായി കേട്ടോ. നല്ല രീതിയിൽ പോയിണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലെവൽസ് വെച്ചുള്ള ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിരുന്നു നമ്മൾ ഈ ഒരു ലെവൽസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ ലെവൽസ് മാർക്ക് ചെയ്യാം. അത് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് കാണാം. ആ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് ഇല്ല. അതെപ്പോഴാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, ആ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യരുത്. ആ ബ്രേക്ക് ഔട്ട് സ്ട്രോങ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഈ സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൻ്റെ ക്ലോസ് നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം ട്രെൻഡ് അപ്പ് സൈഡ് ആണെന്ന്. അതിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴേക്ക് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ട്രെൻഡ് ഡൗൺ ആണെന്ന്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം ഈ ലെവൽസ്. ഓക്കെ, നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിക്സ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.